ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ 2015 സ്റ്റുഡൻസിൻ്റെ എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ 2015 റിവിഷൻ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 1 കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നവംബർ 24 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ മേ ബി വരുന്നത് 2021 റിവിഷനിൽ 29-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 29-ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം തുടങ്ങി ആ ഒരു മാസം തന്നെ ഒരു 25-ന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ 1 to 6 സെമസ്റ്ററിൻ്റെ എക്സാമുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആകും. അതായത് നവംബർ 24 എക്സാമാണ്. അത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2017, 16, 15 വർഷങ്ങൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പറ്റില്ല. ഇൻ കേസ് പ്രത്യേക നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം, മെഴ്സി ചാൻസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് എഴുതാൻ പറ്റുന്നത് 2018 അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നവംബർ 2024, ഏപ്രിൽ 2025 എക്സാം കൂടെ മാത്രമേ 2018 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. 2019, 20 ഇനി 3 ബാച്ച് മാത്രമാണ് എന്ത് ചെയ്യാനുള്ളത്, 2015 റിവിഷനിൽ എക്സാം എഴുതാനുള്ളത്. ഇൻ കേസ് ഒരു ചാൻസ് വരുന്നുണ്ട് എങ്കിൽ, മേഴ്സി ചാൻസ് വരുന്നുണ്ട് എങ്കിൽ 2015, 16, 17 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കൂടെ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ ചാൻസിൽ ബാക്കിയുള്ള 2018-കാർ പരമാവധി ഈ ഒരു ചാൻസിലും അതുപോലെ തന്നെ അടുത്ത നവംബറിലും അതുപോലെ തന്നെ ഈ വരുന്ന ഏപ്രിലോടുകൂടി എക്സാം പാസ്സായില്ല എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു മേഴ്സി എക്സാമിന് വേണ്ടി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സയൻസ് ടെക്കിൽ അവൈലബിൾ ആയിട്ടുള്ള 2015 കുറച്ച് ക്ലാസ്സസ് എല്ലാം തന്നെ, സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 2015 എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് അറിയാത്ത ഒരുപാട് കുട്ടികൾ കേരളത്തിലും അതുപോലെ തന്നെ ഈ പുറത്തായിട്ട് വിദേശത്തുള്ള കുട്ടികളുണ്ട്, മറ്റ് സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എക്സാം എഴുതാൻ പല തവണയും നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, എക്സാം നോട്ടിഫിക്കേഷൻ അറിഞ്ഞില്ല, എക്സാം ഫീ അടച്ചില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ വരരുത്. അപ്പം ഒക്ടോബർ 1 തന്നെ എക്സാം ഫീസ് അടയ്ക്കാനുള്ളത് നിങ്ങളുടെ SBTയുടെ പ്രൊഫൈലിൽ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, sbte.beta.sbte.kerala.gov. എന്ന് പറയുന്ന പുതിയ ഒരു വെബ്സൈറ്റ് ആണ്. sbt.gov അല്ല, ഒരു ബീറ്റ എന്നും കൂടെ അതുണ്ട്. അപ്പോൾ പലരും കഴിഞ്ഞ ഡൗട്ട് ഉണ്ടായിരുന്നു, അത് സെക്യൂർ ആണ്. അപ്പോൾ പുതിയ ഒരു വെബ്സൈറ്റ് വന്നതാണ്, ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. ഒരു ബീറ്റ വേർഷനിലേക്ക് നമ്മുടെ ഡേറ്റാസ് എല്ലാം മാറിയത് കൊണ്ടാണ് പലരും കഴിഞ്ഞു കുട്ടികൾ വിളിച്ചത് ബീറ്റ വെർഷൻ എന്ന് പറയുന്നത് ഒറിജിനലാണ്. അത് ബീറ്റ വെർഷനിലാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളെ എക്സാം ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോർ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ്, യൂട്യൂബ് പേജും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.